സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി പനമ്പള്ളി നഗറിലെ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രതികരണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴതിൻ്റെ നാട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ ഫ്ലാറ്റുകളിലേക്കൊന്നും ഈ ആശാ വർക്കർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ആരെയും അങ്ങ് കയറ്റി വിടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും താഴെ തട്ടിലുള്ള സമൂഹത്തെ ശ്രദ്ധിക്കുന്നേയില്ല. കാരണം എല്ലാവരോടും ഒരു പുച്ഛമാണ്. ഈ ആശാ വർക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ വലിയ വലിയ ടീമുകളാണ്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന പൊങ്ങച്ച മാമിമാർ അതായത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വലിയ കുടുംബത്തിലാണ്. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ കോടിക്കണക്കിന് ആസ്തിയുള്ള കുടുംബമാണ്. അതുപോലെ തന്നെ തന്ത ഒരു കാറിൽ, തള്ള ഒരു കാറിൽ, മകൾ ഒരു കാറിൽ, മകളാണെങ്കിൽ സിഗരറ്റൊക്കെ വലിച്ച് നല്ല രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഗർഭിണിയായിരിക്കുന്നത് ഒരു നർത്തകനാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നുണ്ട്. ആ തൃശ്ശൂരങ്ങാറ്റുമില്ലേ, ഇനി അത് ശരിയാണോ? കുറേ നാളായിട്ട് അവനുമായിട്ട് ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൺ സുഹൃത്തുക്കൾ എന്നുള്ള തരത്തിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാകാം. അതായത് ഏതവനാണ് ഇതിൽ പണി പറ്റിച്ചതെന്ന് ആർക്കും വലിയ നിശ്ചയം ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മദ്യപാനവും അതുപോലെ തന്നെ നല്ല വലിയും കുടിയൊക്കെ നടന്ന ഒരു സമയത്ത് ഇതിലൊന്നും എന്താ പറയുക, സുരക്ഷിതത്വമൊന്നും നൽകാതെ ചിലപ്പോഴും നല്ല അടിച്ച് കിൻഡായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ഒരു സംഭവമായത്, ഇതുപോലെ പ്രസവിച്ച് കഴിഞ്ഞതിൻ്റെ കൊണ്ട് കളയേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ഒരു മുൻ കൗൺസിലർ ഇന്ന് സംസാരിക്കുമ്പോഴേ മാധ്യമപ്രവർത്തകരോട് അറിയാണ്ട് പറഞ്ഞു പോയതാണോ എന്നറിയില്ല, ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പറഞ്ഞു കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വിടണ്ട എന്ന്. കാരണം എനിക്കും അതന്നെയാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ പറയുന്ന പോലെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വിടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഉന്നത കുല ജാതകർ മനസ്സിലാക്കണം നിങ്ങൾ. എല്ലാവരോടും ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല പെൺകുട്ടികളെ കിട്ടും. ഇല്ലെങ്കിൽ യുവന്മാരെ പോലെ ഇങ്ങനെയുള്ള ടീമുകളെ തപ്പി ഇറങ്ങുന്നവരോട് പറയുകയാണ്, നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടീമിനെ കിട്ടത്തുള്ളൂ. വളരെ സൂക്ഷിച്ചു നിന്നു. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരിൽ അങ്ങനെയൊക്കെയാണെന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരുമായിട്ടോ ഇങ്ങനെ സഹകരണമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സൊസൈറ്റിയാണ്. ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്ക് മറ്റുള്ളവരോട് ഭയങ്കര പുച്ഛ സ്വഭാവമാണ്. അല്ലാതെ അവർക്ക് മറ്റുള്ളവരോട് കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ യാതൊരുവിധ സഹകരണമോ ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരെയൊക്കെ കാണുന്നത് ഇവരൊരു പുച്ഛ മനോഭാവത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. നമ്മളൊക്കെ നാട്ടുകാരൊക്കെ നോക്കുമ്പോഴേ കാറിൽ വരുന്നു 2-3 ആൺ സുഹൃത്തുക്കളും അതുപോലെ തന്നെ പെൺ സുഹൃത്തുക്കളും നല്ല വലിയും കുടിയൊക്കെ ആയിട്ട് നടക്കുന്ന ടീമുകൾ. അപ്പോൾ ഇത് ഗർഭിണിയാണോ അല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഈ അച്ഛനമ്മമാർക്കിട്ട് 2 ചാട്ടയടി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നല്ലേ, അതായത് ഇവരുടെയൊക്കെ ഈ സ്വഭാവം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അലഞ്ഞു നടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ നാളെ അനുഭവിക്കേണ്ടി വരുന്ന എനിക്ക് പറയാനുള്ളത്. കൃത്യസമയത്ത് ഇതിനൊക്കെ വേണ്ട വിധത്തിൽ ഒരു 20-22 വയസ്സാകുമ്പോൾ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗതിയിലൊന്നും വരത്തില്ലായിരുന്നു. അപ്പോഴെന്ന് പറഞ്ഞ് എൻജോയ്മെൻറ്റ് ചെയ്യണ്ടേ, എൻജോയ്മെൻ്റ് അല്ലേ. കാരണം കൊച്ചി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. ആർക്കെങ്കിലും കൊച്ചിയിലേക്ക് അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമോ? കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരള സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ നടക്കുന്നത് മൊത്തം ഊളത്തരങ്ങളാണ്. പണക്കാരുടെ ഒരു പോക്കിർത്തരങ്ങളെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഉന്നതരുടെ പോക്കിർത്തരങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ളൊരു ചൂതാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് കൊച്ചി എന്ന് പറയുന്ന പരിഷ്കൃത നഗരം. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത സംഭവങ്ങളില്ല ഇന്ന്. അത്രമാത്രം സംഭവ വികാസങ്ങളാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് എങ്ങോട്ടാണ് പോകുന്നത്? എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല? ആരും ഇതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊരു അബദ്ധമായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നും കാണരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും വല്ലതും നടന്നിട്ടുണ്ടോ ഇതിനു മുന്നേ? അതായത് അവിടെ ഒരാൾ പറയുന്നുണ്ട് അതിന് അടുത്ത് തന്നെ തോടാണ്. അപ്പോൾ ഇതുപോലെ തോട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഈ ചവറുകൂനയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലോ ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? അങ്ങനെ വലിച്ചു ചാടിയതായിരിക്കാം. അപ്പോൾ ഈ നിരവധി ഫ്ലാറ്റുകളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള അനാശാസ്യങ്ങളും അവിഹിതങ്ങളും അതുപോലെ തന്നെ ഗർഭവും എന്താ പറയേണ്ടത്, ഈ ഇങ്ങനെയുള്ള ഗർഭവും കള്ളഗർഭവും എല്ലാം നടക്കുന്നുണ്ടാവും. ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും ആർക്കും കഴിയില്ല. അവരെന്ന് പറയുന്നതെല്ലാം അവരുടേതായ ജീവിത രീതിയാണ്. അപ്പോഴവിടെയുള്ള ആൾക്കാർ ഇനി ഗർഭിണിയാണോ ഒന്നും അറിയില്ലല്ലോ.
ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ, ഒരാൾക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. പോയി കഴിഞ്ഞാൽ തന്നെ മിണ്ടില്ല, അവർക്ക് പുച്ഛമാണ്, ആൾക്കാർക്ക് പുച്ഛമാണ്. എൻ്റെ അഭിപ്രായം എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് അഴിയെണ്ണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പെണ്ണിനെയും പെണ്ണിൻ്റെ തള്ളേനെയും തന്തേനെയും സകല എണ്ണത്തിനെയും അഴിയെണ്ണിക്കണം. ഇപ്പോഴും നടക്കുന്നത് എന്താണെന്നറിയാം. ഇപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയും തന്തയും അറിയില്ല, അപ്പോൾ പെണ്ണ് മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ പെണ്ണിന് പിന്നെ നമ്മുടെ കുറഞ്ഞൊരു ശിക്ഷ കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ തന്തയും തള്ളയും അറിയാണ്ട് ആടെ ഇങ്ങനെ നടക്കൂല. അതായത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് പ്രസവിച്ചിട്ട് അതിനെ കൊണ്ട് കളയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളൊക്കെ ചോറല്ലേ തിന്നുന്നത്, തീട്ടൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. ഈ തന്തക്കും തള്ളക്കും ഒക്കെ കൃത്യമായിട്ട് അറിയായിരിക്കാം. പക്ഷേ കോടിക്കണക്കിന് രൂപയുള്ള ആളാണ്. അതുമാത്രവുമല്ല ഒരുപാട് ഉന്നതരുമായിട്ടുള്ള പിടിപാടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മേനെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനും കുടുംബത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും പത്രങ്ങളിൽ വരാൻ പാടില്ല. അതല്ലേ നമ്മുടെ മറുനാടൻ എന്ന് പറഞ്ഞത്, മറുനാടൻ സാജൻ പറഞ്ഞത്, മക്കൾ ഇതൊന്നും നിങ്ങൾ ആഘോഷിക്കരുത് എന്ന്. കാരണം പല പാവങ്ങളതും ആണെങ്കിൽ നമുക്കങ്ങ് കെട്ടിത്തങ്ങ് അലക്കാം. ഇത് കുറച്ച് ഉള്ള ടീമുകളാണ്. അത് മാത്രമല്ല എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവോ, പറയാൻ പറ്റൂല, നമ്മളൊന്നും പറയാൻ പറ്റൂല. ഇവിടെയൊക്കെ നടക്കുന്നത് അത് തന്നെയാണ്. അല്ലാതെ ഇമാതിരി തോന്നിയവാസം കളിച്ചിട്ട് ഇതാരും അറിയരുത്, പറയരുത്, പറഞ്ഞവൻ കുറ്റക്കാർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തനി പോക്കൃത്തരമല്ലേ. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത് സമൂഹത്തിൽ. ഇവരൊക്കെ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, നമുക്ക് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടങ്ങ് നടക്കാം, അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതുമല്ല, ഒരു തേങ്ങയല്ല. എൻ്റെ അഭിപ്രായത്തിന് നല്ല രീതിയിലുള്ള ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം. ശിക്ഷിക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ കേസ് എങ്ങനെ എഴുതുന്നു നമുക്കൊന്നും അറിയില്ല. ഇതിനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സാക്ഷികളുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ പരിഷ്കൃത കൊച്ചിയിൽ നമ്മുടെ കേരള സംസ്കാരം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറകോട്ടാന്നേ ഞാൻ പറയുന്നുള്ളൂ. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറകോട്ടാന്ന്. പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് ഇപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണണം എന്നറിയോ? ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഈ കൊച്ചി ഒരു കൊച്ചി തന്നെയാണ് എൻ്റെ മക്കളെ. കൊച്ചി ഒരു കൊച്ചി തന്നെയാണ്, ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇനിയും കുറേ ചുംബന സമരങ്ങളും അതും ഇതുമൊക്കെ നടക്കുക. കുറച്ചുകൂടി പരിഷ്കാരം കൊണ്ടുവരട്ടെ, എന്നാലിങ്ങനെ അവിഹിത അമ്മമാരിങ്ങനെ വളരുള്ളൂ. ഇനി അവിഹിത അമ്മമാർക്കും കൂടിയിട്ടൊരു പെർമിഷൻ കൊടുത്താൽ മതി, അങ്ങ് വളരട്ടെ. കുറേ അവിഹിത അമ്മമാർ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളർന്നോളൂ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിഷ്കൃത കൊച്ചിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂടി വെക്കാനും അതിനൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മൂടി വെക്കും മക്കളെ, മൂടി വെക്കും, ഇതൊന്നും പുറത്ത് പറയണ്ട എന്നുള്ള തരത്തിൽ തന്നെ. അപ്പോൾ എന്താണെന്ന് പറയേണ്ടത് ഇനിയിപ്പോൾ അത് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റിൽ രേഖപ്പെടുത്തിയതായിരുന്നു. ഇതാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്. ബാംഗ്ലൂരിലും എവിടെയൊക്കെ പോയിട്ട് നല്ല ഇതുമാക്കി അടിച്ച് വിറ്റായിട്ട് വരും. ഇതായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് കൊണ്ട് കളയും. ഇതാണ് നമ്മുടെ പരിഷ്കൃതമായ ലിവിങ് ടുഗദറുകാരുടെ, കാമുകന്മാരുടെ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നവന്മാരുടെ കൊച്ചി എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.